വിശദമായ വാർത്തകളിലേക്ക്. കാസർഗോഡ് ഹൊസങ്കടിയിലെ ജ്വല്ലറിയിൽ കവർച്ച നടത്തിയ സംഘം സഞ്ചരിച്ച ഇന്നോവ കാർ പിടികൂടി. കാറിൽ നിന്ന് 7 കിലോഗ്രാം വെള്ളിയും 2 ലക്ഷം രൂപയും കണ്ടെടുത്തു. പ്രതികൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. കവർച്ചയ്ക്ക് പിന്നിൽ കർണാടകത്തിൽ നിന്നുള്ള പ്രൊഫഷണൽ സംഘമെന്നാണ് സൂചന. പ്രധാനികളായ 3 പേരെ തിരിച്ചറിഞ്ഞു. ഇന്നലെയാണ് ഹൊസങ്കടി ജംഗ്ഷനിലുള്ള രാജധാനി ജ്വല്ലറിയിൽ സുരക്ഷാ ജീവനക്കാരനെ മർദ്ദിച്ച് അവശനാക്കിയ ശേഷം മോഷണം നടത്തിയത്. വയനാട് വന്യജീവി സങ്കേതത്തിൽ കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തി. 9 വയസ്സുള്ള പെൺകടുവയാണ് ചത്തത്. മുത്തങ്ങ റേഞ്ചിൽപ്പെടുന്ന പൂച്ചക്കുളം വനഭാഗത്ത് നിന്നാണ് കടുവയുടെ ജഡം കണ്ടെത്തിയത്. ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതാകാം എന്നാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിഗമനം. കടുവയുടെ ജഡം പോസ്റ്റ്മോർട്ടം ചെയ്തു. ഗുരുവായൂർ ക്ഷേത്രത്തിലെ പണം തിരിമറിയുമായി ബന്ധപ്പെട്ട ബാങ്ക് ഉദ്യോഗസ്ഥൻ നന്ദകുമാറിനെ ചോദ്യം ചെയ്യുന്നതിനായി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. ഓരോ ദിവസത്തെയും നിക്ഷേപ തുകയിൽ നിന്ന് 2000 മുതൽ 20,000 വരെയാണ് തട്ടിപ്പ് നടത്തിയത്. ബാങ്ക് അക്കൌണ്ടിൽ ദേവസ്വം ഉദ്യോഗസ്ഥരുടെ പരിശോധന ഇല്ലാതിരുന്നതാണ് ക്രമക്കേട് തുടരാൻ മുതലെടുത്തത്. 8.5 കോടി മുടക്കിയ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പദ്ധതി 1/4 നൂറ്റാണ്ട് പിന്നിടുമ്പോഴും പൂർത്തിയായില്ല. മോട്ടോറുകളടക്കം മോഷ്ടാക്കളും അപഹരിച്ചു. പദ്ധതിക്കായി മുടക്കിയ കോടികളെക്കുറിച്ചോ കരാറുകാരനെക്കുറിച്ചോ അധികൃതർക്ക് അറിവില്ല. കട്ടപ്പന വണ്ടൻമേട്ടിലാണ് ആയിരക്കണക്കിന് കുടുംബങ്ങളിൽ കുടിവെള്ളം എത്തിക്കേണ്ട പദ്ധതി എങ്ങുമെത്താതെ നശിക്കുന്നത്. ജനോപകാരപ്രദമായ പദ്ധതികൾ നടപ്പിലാക്കുന്നതിലെ അധികൃതരുടെ അനാസ്ഥയുടെ തെളിവാണ് ഇത്. കോടികൾ മുടക്കിയ കെട്ടിടവും ടാങ്കും അനുബന്ധ ഉപകരണങ്ങളും കാടുകയറി. 1995 കുടിവെള്ള പദ്ധതി തുടങ്ങുന്നത്. വണ്ടൻമേട് ചക്കുവള്ളം പഞ്ചായത്തുകളിലെ ആയിരക്കണക്കിന് കുടുംബങ്ങളിലേക്ക് വെള്ളം എത്തിക്കുന്നതിനായിരുന്നു പദ്ധതി. ആദ്യം 3.5 കോടിയും പിന്നീട് 5 കോടിയും ചെലവഴിച്ചതായാണ് വിവരം. പുതുവലിൽ ചെക്ക് ഡാം നിർമ്മിക്കാൻ നിശ്ചയിച്ചിരുന്ന സ്ഥലത്ത് പമ്പ് ഹൌസ് സ്ഥാപിച്ച് ഇവിടെ നിന്നും ശുദ്ധീകരണ യൂണിറ്റിലേക്ക് പൈപ്പുകളും സ്ഥാപിച്ചു. എന്നാൽ ഇതിനുശേഷം ചെക്ക് ഡാം നിർമ്മിക്കുകയോ യൂണിറ്റിലേക്ക് ഒരു തുള്ളി വെള്ളം എത്തിക്കുകയോ ചെയ്തിട്ടില്ല. കടുത്ത കുടിവെള്ളക്ഷാമം നേരിടുന്ന 2 പഞ്ചായത്തിലെ ആളുകൾ നിരവധി സമരങ്ങൾക്കും നേതൃത്വം നൽകിയിട്ടും അധികൃതർ കണ്ട ഭാവമില്ല. ഈ പദ്ധതി നടപ്പാക്കിയെന്ന് പറഞ്ഞാൽ 3.5 കോടി രൂപയെ തുടങ്ങി 8.5 കോടിയാൽ അവസാനിച്ചു. എന്നിരുന്നാലും യാതൊരു ഇതിൻ്റെ പൂർത്തീകരണം നടന്നിട്ടില്ല. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെള്ളം എവിടുന്ന് വരുമെന്ന് പോലും ആർക്കും അറിയത്തില്ല. ആരോട് ചോദിച്ചാൽ ഇതിന് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല, അറിയത്തുമില്ല. വണ്ടൻമേട് പഞ്ചായത്ത് ഇടയ്ക്ക് ഞങ്ങൾക്കറിയത്തില്ല എന്നാണ് ഇതിൻ്റെ ഉത്തരം കിട്ടുന്നത്. ബ്ലോക്കിലും ജില്ലയിലും MLA ചോദിച്ചാൽ അത് തന്നെയാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഈ 2 പഞ്ചായത്തിലുള്ള ജനങ്ങൾ വേനൽക്കാലമാകുമ്പോൾ വളരെ ബുദ്ധിമുട്ടുന്നുണ്ട് ഇതിനു വേണ്ടി. പക്ഷേ വെള്ളമില്ല, വെള്ളം എവിടുന്ന് കൊണ്ടിരുന്ന ആർക്കും അറിയത്തുമില്ല. ശുദ്ധീകരണ യൂണിറ്റിൽ സ്ഥാപിച്ചിരുന്ന മോട്ടോറുകളെല്ലാം മോഷ്ടാക്കൾ അപഹരിച്ചു. കാട് കയറി മൂടിയ കെട്ടിടവും കാലിയായ വലിയ ടാങ്കും സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറി. പദ്ധതി നടത്തിപ്പിൽ കോടികളുടെ അഴിമതിയുണ്ടെന്നാണ് ആരോപണം. അഴിമതിയിൽ വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ന്യൂസ് 18 ഇടുക്കി. പെരുമഴക്കാലത്തും കുടിവെള്ള വിതരണം നിലച്ചതോടെ കണ്ണൂർ ആലക്കോട് പഞ്ചായത്തിലുള്ളവർ ദുരിതത്തിലായി. രേരോം ജലനിധി പദ്ധതിയിൽ നിന്നുള്ള ജലവിതരണമാണ് 1 മാസത്തോളമായി തടസ്സപ്പെട്ടത്. കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് LDFന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചു. അരങ്ങം, കുട്ടാപറമ്പ്, നെല്ലിപ്പാറ, ആലക്കോട് വാർഡുകളിലേക്കുള്ള ജലവിതരണമാണ് മുടങ്ങിയത്. 10,000 രൂപ ഡിപ്പോസിറ്റ് നൽകിയാണ് പലരും ജലനിധി കണക്ഷൻ എടുത്തത്. കിണറുകൾ കുഴിച്ചാൽ വെള്ളം കിട്ടാത്ത പ്രദേശത്തുള്ളവരാണ് ഏറെ ബുദ്ധിമുട്ടുന്നത്. ജലവിതരണം തടസ്സപ്പെട്ടതോടെ കുടിവെള്ളത്തിനായി ജനം നെട്ടോട്ടമോടുകയാണ്. ജലനിധി പദ്ധതിയുടെ പൈപ്പുകളിൽ പലയിടത്തും പൊട്ടലുണ്ടായതാണ് കുടിവെള്ളക്ഷാമത്തിന് കാരണം. അറ്റകുറ്റപ്പണികൾ നടത്താൻ തയ്യാറാകാത്ത അധികൃതരുടെ നടപടി പ്രതിഷേധത്തിനിടയാക്കുകയാണ്. 12 കോടിയോളം രൂപ ചിലവഴിച്ചാണ് 10 വർഷം മുമ്പ് പഞ്ചായത്തിൽ ജലനിധി പദ്ധതി ആരംഭിച്ചത്. നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും ഗുണനിലവാരമില്ലാത്ത പൈപ്പുകൾ ഉപയോഗിച്ചതും പദ്ധതിയുടെ മുന്നോട്ടുള്ള പോക്കിന് തടസ്സമായി. പദ്ധതിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണവും നടക്കുന്നുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഏകപക്ഷീയമായ നടപടിയാണ് 4 വാർഡുകളിലേക്കുള്ള ജലവിതരണം മുടങ്ങാൻ കാരണമെന്നാണ് LDFന്റെ ആരോപണം. പഞ്ചായത്ത് പ്രസിഡന്റ് പറയുകയാണ് പുഴയ്ക്കിക്കരയുള്ള 4 വാർഡുകളിലേക്ക് വെള്ളം കൊടുക്കേണ്ടതില്ല, കാരണം അവിടെ പൈപ്പ് പൊട്ടി. ആ പൈപ്പ് നന്നാക്കാൻ 6-7 ലക്ഷം രൂപ ചെലവ് വരും. അത്രയും തുക ചെലവഴിച്ച് ആ 4 വാർഡുകളിലെ ജനങ്ങൾക്ക് വെള്ളം കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഉത്തരവ്. എന്നാൽ LDF സമരം തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ജോജി കന്നിക്കാട്ട് അറിയിച്ചു. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ പാത്രങ്ങളുമായാണ് ഉപരോധത്തിൽ പങ്കെടുത്തത്. കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കാൻ തയ്യാറായില്ലെങ്കിൽ ഓഫീസിന് മുന്നിൽ സത്യാഗ്രഹം കിടക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. ന്യൂസ് 18 ആലക്കോട്. കോഴിക്കോട് അഴിയൂർ വെങ്ങളം ദേശീയപാതയിൽ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ അന്തിമഘട്ടത്തിൽ. കെട്ടിടങ്ങൾ ഓഗസ്റ്റ് ആദ്യവാരത്തോടെ ഒഴിയണമെന്ന നിർദ്ദേശം നൽകിയിരിക്കുകയാണ് റവന്യൂ അധികൃതർ. 1300ഓളം കെട്ടിടങ്ങളാണ് ഒഴിപ്പിക്കുന്നത്. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ഏറ്റെടുത്ത കെട്ടിടങ്ങൾ ഒഴിപ്പിക്കാനായി
റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ എത്തി. ഓഗസ്റ്റ് ആദ്യ ആഴ്ചയോടെ കെട്ടിടം ഒഴിയാനാണ് നിർദ്ദേശം. ഭൂമി ഏറ്റെടുത്തവർക്ക് 85% നഷ്ടപരിഹാരം നൽകിയതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു. അഴിയൂർ മുതൽ മൂരാട് വരെ ഓഗസ്റ്റ് ആദ്യ ആഴ്ച ഒഴിപ്പിക്കും. വ്യാപാരികളെ കണ്ടുകൊണ്ട് അവരുമായി സംസാരിച്ച് അവരെ സഹകരിപ്പിച്ചുകൊണ്ട് 10 ദിവസത്തിനുള്ളിൽ ഈ കടകളൊക്കെ ഏറ്റെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ റവന്യൂ വിഭാഗത്തിൻ്റെ നേതൃത്വം നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ വ്യാപാരികളും സഹകരിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. കെട്ടിട ഉടമകൾക്ക് നഷ്ടപരിഹാരം നൽകിയിട്ടുണ്ടെങ്കിലും വ്യാപാരികൾക്കും തൊഴിലാളികൾക്കും ന്യായമായ നഷ്ടപരിഹാരം ഇതുവരെ നൽകിയിട്ടില്ല. കടകൾ നഷ്ടപ്പെടുന്ന വ്യാപാരികൾക്ക് 2 ലക്ഷം രൂപ നൽകുന്നതുൾപ്പെടെ പാക്കേജ് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. കടകളിലെ തൊഴിലാളികൾക്ക് മാസം 6000 രൂപ നിരക്കിൽ 6 മാസത്തേക്ക് 36,000 രൂപയും നൽകുമെന്നായിരുന്നു പ്രഖ്യാപനം. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഞങ്ങൾ 10 വ്യാപാരികൾ ഒഴിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നഷ്ടപരിഹാരം ലഭ്യമാക്കാനുള്ളൊരു വിധി ഞങ്ങൾ സമ്പാദിച്ചിട്ടുണ്ട്. വീണ്ടും ഹൈക്കോടതി സമീപിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരുങ്ങുകയാണ്. എന്തായാലും ഈ ഒഴിപ്പിക്കപ്പെടുന്ന വ്യാപാരികൾക്ക് കെട്ടിടോടമകൾക്ക് മാന്യമായ നഷ്ടപരിഹാരം കിട്ടിയപ്പോൾ അതിൽ നിന്ന് വ്യാപാരിക്കുള്ള നഷ്ടപരിഹാരം കൂടി നൽകണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. കെട്ടിടങ്ങളിലെ ചമയങ്ങൾക്കൊക്കെ സർക്കാർ പണം കൊടുക്കുന്നത് ബിൽഡിംഗ് ഓണറായിട്ടുള്ള ആളുടെ അക്കൗണ്ടിലേക്കാണ്. ആ നിലയിൽ മാനുഷിക പരിഗണന വെച്ചുകൊണ്ട് കെട്ടിട ഉടമകളിൽ നിന്ന് വ്യാപാരികൾക്ക് നഷ്ടപരിഹാരം ഉൾപ്പെടെ ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഈ വിഷയത്തിൽ ശക്തമായി ഇടപെടാൻ തീരുമാനിച്ചിട്ടുണ്ട്. വർഷങ്ങളായി വ്യാപാരം നടത്തി വന്നിരുന്ന വ്യാപാരികളും തൊഴിലാളികളും ഇനി എന്ത് ചെയ്യുമെന്ന ആശങ്കയിലാണ്. 6 മാസം മുമ്പ് റോഡ് പ്രവൃത്തി തുടങ്ങിയ മൂരാട് ഭാഗത്തെ വ്യാപാരികൾക്ക് ഇതുവരെ നഷ്ടപരിഹാരം ലഭിച്ചില്ല. നഷ്ടപരിഹാരത്തിന് അർഹരായവരുടെ പട്ടിക അധികൃതർ തയ്യാറാക്കിയിട്ടുണ്ട്. ഒഴിയേണ്ടി വരുന്ന വ്യാപാരികൾക്ക് പുതിയ സ്ഥലത്ത് വ്യാപാരം മാറ്റുന്നതിന് വലിയ സാമ്പത്തിക ബാധ്യതയാണ് ഉണ്ടാകുന്നത്. ന്യൂസ് 18 വടകര. തൊടുപുഴ ഇളംദേശത്ത് പുതുതായി തുടങ്ങുന്ന പാർട്ടിക്കിൾ ബോർഡ് ഫാക്ടറിക്ക് അനുമതി നൽകാതെ പഞ്ചായത്ത്. 1000-ഓളം പേർക്ക് ജോലി നൽകുന്ന പദ്ധതിയാണ് 3 വർഷമായി മുടങ്ങിക്കിടക്കുന്നത്. ഭൂമിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും നാട്ടുകാരുടെ പരാതിയും ഉള്ളതുകൊണ്ടാണ് ഫാക്ടറിക്ക് അനുമതി നൽകാൻ കഴിയാത്തത് എന്നാണ് പഞ്ചായത്തിന്റെ വിശദീകരണം. എറണാകുളം പെരുമ്പാവൂർ സ്വദേശികളായ അബൂബക്കറും യൂസഫും സംരംഭം കെട്ടിപ്പടുത്താനുള്ള ശ്രമത്തിലാണ്. 3 വർഷം മുൻപ് കണ്ടു തുടങ്ങിയ പ്രവർത്തനം ഇപ്പോഴും അതേപടി തന്നെ. വിറക് അടിസ്ഥാന വസ്തുവായി ഉപയോഗിക്കുന്ന പാർട്ടിക്കിൾ ബോർഡ് ഫാക്ടറിയായിരുന്നു ലക്ഷ്യം. 48 കോടിയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. പകുതിയോളം രൂപ സ്ഥലം വാങ്ങാനും മറ്റ് പ്രവർത്തനങ്ങൾക്കുമായി ചെലവഴിച്ചു. സർക്കാരിൽ മറ്റു രേഖകളെല്ലാം സമർപ്പിച്ചെങ്കിലും പഞ്ചായത്ത് ഇൻസ്റ്റലേഷൻ പെർമിറ്റ് നൽകിയില്ല. വികസന വിരുദ്ധ ചില ഇടപെടലുകൾ ആളുകൾ അല്ലെങ്കിൽ സാമ്പത്തികമായി എന്തെങ്കിലുമൊക്കെ ഉദ്ദേശിക്കുന്ന ഇത്തരം വ്യക്തികളൊക്കെ വന്ന് ഇത്തരം പരാതികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയാണ് പദ്ധതി നമ്മുടെ മുടക്കി ഇട്ടിരിക്കുകയാണ്. 200 പേർക്ക് നേരിട്ടും 1000-ഓളം പേർക്ക് പരോക്ഷമായും തൊഴിൽ ലഭിക്കുമെന്നും കമ്പനി അധികൃതർ പറയുന്നു. ഫാക്ടറി മലിനീകരണമുണ്ടാക്കുമെന്ന പ്രചാരണത്തിലൂടെ നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമം നടക്കുന്നതായാണ് ഇവരുടെ ആരോപണം. ഭൂമി പ്ലാന്റേഷൻ വിഭാഗത്തിൽപ്പെട്ടതാണെന്നും വ്യാവസായിക ആവശ്യത്തിന് ഉപയോഗിക്കാൻ സാധിക്കില്ലെന്നും ചൂണ്ടിക്കാട്ടി പഞ്ചായത്തിന് ഒരു പരാതിയും ലഭിച്ചിട്ടുണ്ട്. പരിസര മലിനീകരണം ആരോപിച്ച് 7 പേരും ഫാക്ടറിക്കെതിരെ കോടതിയെ സമീപിച്ചു. ഈ കാര്യങ്ങൾ കൊണ്ടാണ് ഫാക്ടറിക്ക് പെർമിറ്റ് നൽകാൻ സാധിക്കാത്തതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് വിശദീകരിച്ചു. ന്യൂസ് 18 തൊടുപുഴ. കർക്കിടക മാസത്തിൽ രോഗപീഠകൾ അകറ്റാനുള്ള ഉത്തര മലബാറിലെ ആചാരമാണ് വേടൻ കെട്ടിയാടൽ. ചെറിയ കുട്ടികളാണ് തെയ്യം കെട്ടുന്നത്. കോവിഡ് കാലമായതിനാൽ കണ്ണൂരിലെ പലയിടങ്ങളിലും ഇത്തവണ ആചാരം ചെറിയ ചടങ്ങായി മാത്രം ഒതുക്കി. കർക്കിടകം 7 ചെണ്ടയുടെ ചുവട് പിടിച്ച് വേടൻ എത്തുകയായി. വേടനാടുമ്പോൾ വീടുകളിൽ നിന്ന് ദോഷങ്ങൾ അകന്നു പോകും. പിന്നെ ലക്ഷ്മി ദേവി കുടിയിരിക്കും എന്ന് വിശ്വാസം. അർജുനനെ പരീക്ഷിക്കാൻ പരമശിവൻ വേടനായി എത്തിയതാണ് ആചാരത്തെ സംബന്ധിക്കുന്ന ഐതിഹ്യം. ചുവന്ന പട്ടുടുത്ത് മെയ്യാഭരണങ്ങൾ അണിഞ്ഞ് തിരുമുടിയിൽ നാഗബിംബവുമായാണ് വേടന്റെ വരവ്. വീടുകളിലെത്തുന്ന വേടൻ മിണ്ടില്ല. കത്തിച്ച വിളക്കിനെയും ആവണിപ്പലകയിലെ നിറനാഴിയെയും വണങ്ങിയാണ് വാദിക്കാരുടെ വേടൻ പാട്ട്. ന്യൂസ് 18 കണ്ണൂർ. മറ്റു വാർത്തകളുടെ ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com.
കാസർഗോഡ് ജില്ലയിൽ കോവിഡ് വാക്സിന്റെ ആദ്യ ഡോസ് എടുക്കാൻ RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് വേണമെന്ന വിവാദ ഉത്തരവ് പിൻവലിച്ചു. ആരോഗ്യ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഉത്തരവ് പിൻവലിച്ചത്. ടെസ്റ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് കാസർഗോഡ് കളക്ടർ ഇറക്കിയ ഉത്തരവ് വിവാദമായിരുന്നു. കണ്ണൂർ ജില്ലയ്ക്ക് പിന്നാലെ കഴിഞ്ഞ ശനിയാഴ്ച മുതലാണ് കാസർഗോട്ടും കോവിഡ് വാക്സിൻ എടുക്കാൻ RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയത്. വാക്സിൻ മാറിപ്പോയ സംഭവത്തിൽ വയനാട്ടിൽ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഗുരുതര അനാസ്ഥയെന്ന് വയനാട് DCC പ്രസിഡന്റും ബത്തേരി MLAയുമായ IC ബാലകൃഷ്ണൻ. കാര്യത്തിന്റെ ഗൌരവം ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും IC ബാലകൃഷ്ണൻ MLA പറഞ്ഞു. ആദ്യ വാക്സിൻ കോവാക്സിൻ എടുത്ത വയോധികന് രണ്ടാമത്തെ വാക്സിൻ എടുക്കാൻ പോയപ്പോൾ കോവിഷീൽഡാണ് അദ്ദേഹത്തിന് ഒന്നാമത്തെ വാക്സിനേഷൻ എന്ന് കരുതി ആരോഗ്യവകുപ്പ് കുത്തിവെച്ചത്. ഗുരുതരമായ വീഴ്ചയാണ് സംഭവിച്ചിട്ടുള്ളത്. ഈ കാര്യം ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽ വളരെ ഗൗരവമായി തന്നെ പെടുത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇത്തരം വീഴ്ചകൾ സംഭവിച്ചാൽ ഇതിനാവശ്യമായ പരിശോധന നടത്തി മാതൃകാപരമായ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യപ്പെടാൻ പോകുന്നത്. KSRTCയിൽ ശമ്പള പരിഷ്കരണം ഉടൻ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് KSTESന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തി. കോവിഡ് സാഹചര്യത്തിൽ ജോലിയിൽ ഏർപ്പെടുന്ന KSRTC ജീവനക്കാരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നാണ് സമരക്കാരുടെ ആവശ്യം. കൊട്ടാരക്കര KSRTC ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിച്ച സമരം KSTES സംസ്ഥാന സെക്രട്ടറി സത്യകുമാർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ യൂണിറ്റ് പ്രസിഡന്റ് ജയകുമാർ, സെക്രട്ടറി ഗിരീഷ് കുമാർ, വർക്കിംഗ് പ്രസിഡന്റുമാർ, പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. മലപ്പുറം തിരൂരിൽ ബൈക്ക് മോഷ്ടാവ് പിടിയിൽ. ഒഴൂർ സ്വദേശി നൌഫലാണ് പിടിയിലായത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. നിരവധി വാഹനമോഷണ കേസിൽ പ്രതിയാണ് നൌഫലെന്ന് പോലീസ് പറഞ്ഞു. മലപ്പുറം മക്കരപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റായി മുസ്ലിം ലീഗിലെ സുഹ്റാബി കാവുങ്ങലിനെ തെരഞ്ഞെടുത്തു. ഐകകണ്ഠേനയായിരുന്നു സുഹ്റാബിയെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തത്. കഴിഞ്ഞ ദിവസം പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനെ ചൊല്ലി ലീഗ് നേതാക്കളും യൂത്ത് ലീഗ് പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റവും കയ്യാംകളിയും നടന്നിരുന്നു. പഞ്ചായത്ത് അംഗത്തിന്റെ മരണത്തോടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന കണ്ണൂർ ആറളം പഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം സജീവമായി. നറുക്കെടുപ്പിലൂടെ LDF ഭരിക്കുന്ന പഞ്ചായത്തിൽ അടുത്ത മാസം 11 നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് ഇരു മുന്നണികൾക്കും നിർണായകമാണ്. LDF സ്ഥാനാർത്ഥിയായി UK സുധാകരനും UDF സ്ഥാനാർത്ഥിയായി സുരേന്ദ്രൻ പാറക്കത്താഴത്തുമാണ് മത്സരരംഗത്ത് ഉള്ളത്. ഇനി കാർഷിക കേരളം. കാസർഗോഡ് ചെറുവത്തൂർ കാവുഞ്ചിറ പുഴയിലെ കൃത്രിമ ദ്വീപിൽ മിയാവാക്കി വനം ഒരുങ്ങുന്നു. 100 ഇനങ്ങളിലായി 1200ഓളം വൃക്ഷത്തൈകളാണ് ദ്വീപിൽ നട്ടുപിടിപ്പിക്കുന്നത്. ഏറെ ടൂറിസം സാധ്യതയുള്ള കാവുഞ്ചിറ ദ്വീപിൽ പ്രാദേശിക ആവാസ വ്യവസ്ഥയിൽ വളരുന്ന വലുതും ചെറുതുമായ മരങ്ങളുടെ വൈവിധ്യശേഖരം സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം. അത്തി, പേരാൽ, മുള്ളുമുരുക്ക്, കാഞ്ഞിരം, മഞ്ചാടി, കുന്നിമണി തുടങ്ങി 100 ഇനങ്ങളിലായി 1200ഓളം വൃക്ഷത്തൈകളാണ് നട്ടുപിടിപ്പിക്കുന്നത്. 7 സെന്റിലാണ് ഈ ചെറുവനം സൃഷ്ടിക്കുക. ഇവയോടൊപ്പം പക്ഷികളെയും ശലഭങ്ങളെയും ആകർഷിക്കുന്ന ഫലവൃക്ഷങ്ങളും മിയാവാക്കിയുടെ ഭാഗമായി ദ്വീപിൽ വച്ചുപിടിപ്പിക്കും. ടൂറിസം വകുപ്പ് നടപ്പിലാക്കുന്ന മിയാവാക്കി വനവൽക്കരണ പദ്ധതിയുടെ ഉദ്ഘാടനം M. രാജഗോപാൽ MLA നിർവഹിച്ചു. പരിസ്ഥിതി സംരക്ഷണം, അതുപോലെ പ്രകൃതി സൗഹൃദമായിട്ടുള്ള നിലപാട് സംരക്ഷിച്ചു നിർത്തുക എന്നുള്ളത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ പുതിയ കാലത്ത് ഇങ്ങനെ ഒരു സംരംഭത്തിന് നമ്മൾ നേതൃത്വം കൊടുക്കുമ്പോൾ കേവലം ഇവിടെ ഒരു കൃത്രിമ വനം സൃഷ്ടിക്കുക എന്നുള്ളത് മാത്രമല്ല, ഇതൊരു വലിയ മെസ്സേജ് സമൂഹത്തിന് നൽകുന്നുണ്ട്, പുതിയ തലമുറക്കുൾപ്പെടെ. അപ്പോൾ വരുന്ന ആളുകൾ, വരും തലമുറയെ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മൾ ഇത്തരം സംരംഭങ്ങളെല്ലാം തന്നെ വ്യാപൃതരാകുന്നത്. 1 സ്ക്വയർ മീറ്ററിൽ 110 കിലോയോളം ജൈവവളം ചേർത്താണ് തൈകൾ നടുന്നത്. ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CV പ്രമീള, ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ തോമസ് ആന്റണി, DTPC സെക്രട്ടറി ബിജു രാഘവൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് 18 ചെറുവത്തൂർ. വയനാട് കോട്ടത്തറ പഞ്ചായത്തിലെ ബെണ്ണിയോട് മണ്ണ് സംരക്ഷണത്തിനായി ജൈവ കയ്യാല നിർമ്മിച്ചതിൽ അഴിമതിയെന്ന ആരോപണം. റീബിൽഡ് കേരളയുടെ ഭാഗമായി കമ്പനി പ്രോജക്ടിന് കീഴിൽ നടന്ന പദ്ധതിയിലാണ് അഴിമതി ആരോപണം. മണ്ണ് സംരക്ഷണത്തിന്റെ ഭാഗമായാണ് കഴിഞ്ഞ ഭരണസമിതി റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി വെണ്ണിയോട് പാടശേഖരത്തിലൂടെ ജൈവ കയ്യാല നിർമ്മിച്ചത്.
കബനി പ്രൊജക്ടിനായിരുന്നു നിർമ്മാണ ചുമതല. എന്നാൽ പദ്ധതി തയ്യാറാക്കുന്നത് മുതൽ കാര്യക്ഷമമായല്ല പ്രവർത്തനങ്ങൾ നടന്നത്. ജൈവ കയ്യാല നിർമ്മാണത്തെക്കുറിച്ച് പ്രദേശത്തെ കർഷകരോട് പോലും അഭിപ്രായം ചോദിച്ചില്ലെന്നും ആക്ഷേപമുണ്ട്. ഞാൻ ഈ പാടശേഖര സെക്രട്ടറിയാണ്. പക്ഷേ ഇങ്ങനെ ഒരു പ്രൊജക്ട് വരുന്നതോ ഇങ്ങനെ ഒരു ഈ തോട് നിർമ്മാണമോ നമ്മൾ അറിയുന്നില്ല. ആ ഗുണഭോക്തൃ കമ്മിറ്റിയിൽ നമ്മളെ ക്ഷണിച്ചിട്ടില്ല. ഇത് ഏത് നിലയിലാണ് വന്നതെന്നൊന്നും നമുക്കൊരു പിടിയില്ല. അപ്പോൾ ഇപ്പോൾ നോക്കുമ്പോഴാണ് ഇതിന്റെ ഭീകരത നമ്മൾ മനസ്സിലാക്കുന്നത്. കർഷകനെ സംബന്ധിച്ചിടത്തോളം കർഷകനല്ലാതെ തന്നെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അതിന് ഇരട്ടിയായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന രൂപത്തിലാണ് ഇപ്പോൾ ഈ കയ്യാല നിർമ്മാണം ഉണ്ടായിട്ടിരിക്കുന്നത്. ഒരു വണ്ടി അപ്പുറത്തേക്ക് കടത്താനോ ഇപ്പുറത്തേക്ക് കടത്താനോ കഴിയാത്തൊരവസ്ഥ, ഒരു കാലികളെ മേക്കാൻ കഴിയാത്തൊരവസ്ഥ, ജനങ്ങൾക്ക് നടക്കാൻ കഴിയാത്തൊരവസ്ഥ. പ്രളയാനന്തര പുനർനിർമ്മാണങ്ങളുടെ മറവിൽ സംസ്ഥാനത്ത് പലയിടങ്ങളിലും തോന്നുംപടി നടന്ന നിർമ്മാണ പദ്ധതികളിലെ അഴിമതിയുടെ തുടർച്ച തന്നെയാണ് വയനാട് ജില്ലയിലെ വെണ്ണിയോട് നടന്ന ജൈവ കയ്യാല നിർമ്മാണമെന്നാണ് ആക്ഷേപമുയരുന്നത്. ന്യൂസ് 18 വയനാട്. തിരുവനന്തപുരം ദേശീയപാതയിൽ തോന്നയ്ക്കലിന് സമീപം നടന്ന അപകടത്തിനെ തുടർന്ന് പോലീസ് തടഞ്ഞിട്ട കണ്ടെയ്നർ ലോറി വിട്ടു നൽകിയില്ല. ഇതോടെ ഇതര സംസ്ഥാനക്കാരനായ ലോറി ഡ്രൈവർ പെരുവഴിയിലായി. ഡൽഹി സ്വദേശി സന്തോഷ് കുമാറാണ് ലോറി ഡ്രൈവർ. കഴിഞ്ഞ 15-നാണ് ദേശീയപാതയിൽ കോരാണി 16-ാം മൈലിൽ നിയന്ത്രണം തെറ്റിയ കാർ കണ്ടെയ്നർ ലോറിയിലേക്ക് ഇടിച്ചു കയറിയത്. ബീഹാറിൽ നിന്ന് കരസേനയ്ക്കു വേണ്ടിയുള്ള പാഴ്സൽ നാഗർകോവിലെത്തിച്ച് മടങ്ങുമ്പോഴായിരുന്നു അപകടം. കണ്ടെയ്നർ ലോറിയുടെ ഡീസൽ ടാങ്കിലിടിച്ച കാർ റോഡിന്റെ ഒരു വശത്തേക്ക് മറിഞ്ഞു. അപകടത്തിൽപ്പെട്ട കാറും കണ്ടെയ്നർ ലോറിയും മാറ്റാൻ ഉപയോഗിച്ച ക്രെയിനിന്റെ വാടക കൊടുക്കാൻ ഇല്ലാത്തതിനാലാണ് ലോറി പിടിച്ചിട്ടിരിക്കുന്നത്. അപകടത്തിൽ ആർക്കും പരിക്കില്ലാത്തതിനാൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നില്ല. മംഗലപുരം പോലീസ് ആവശ്യപ്പെട്ടെത്തിയ ക്രെയിൻ ഉപയോഗിച്ച് 50 മീറ്റർ കാർ മാറ്റിയിട്ടതിന് 8000 രൂപയാണ് വാടകയായി ആവശ്യപ്പെട്ടത്. ലോറി മാറ്റിയിടാനുള്ള ക്രെയിൻ വാടകയും കാറുടമ നൽകാമെന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ പിന്നീട് കാറുടമ കാറുമായി കടന്നുകളയുകയായിരുന്നു. ഇതേ തുടർന്ന് ലോറി ഡ്രൈവർ പണം നൽകണമെന്നായി. പോലീസും ഇതേ നിലപാട് സ്വീകരിച്ചതോടെ ലോറി ഡ്രൈവർ പ്രതിസന്ധിയിലായി. പുള്ളിയെ എന്തോ സ്റ്റേഷനിൽ കൊണ്ടുപോയെന്നെന്തോ എഴുതി വെപ്പിച്ചെന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് കാറുകാരനെ അവിടെ അവർ വിട്ടു, സ്റ്റേഷനിൽ നിന്ന് വിട്ടു. അത് സ്റ്റേഷനിൽ പോയി തിരക്കിയാലേ അറിയാവും ഇനി എന്തരാണ് അവർ എഴുതി വെച്ചതാണെന്ന് എന്നാണ് പുള്ളി പറഞ്ഞത്. പുള്ളിയിൽ 16,000 രൂപ വേണമെന്ന് പറഞ്ഞ് പുള്ളി പലപ്പോഴായി എൻ്റെ അക്കൗണ്ടിൽ അവിടെ നിന്ന് പൈസ അയച്ചു തന്നു. ഞാൻ എടുത്ത് കൊടുത്ത് വർക്ക്ഷോപ്പിൽ കൊടുത്തു. ഞാൻ ബാക്കി ഇന്നും കുറച്ച് പൈസ അയക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്ക് ആഹാരം കഴിക്കാനൊന്നും പൈസ ഇല്ല. പിന്നെ നമ്മളൊക്കെയാണ് കളക്ട് ചെയ്ത് കൊടുത്തത്. എന്നാൽ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ് കാറുടമ കടന്നുകളയാൻ കാരണമെന്ന് ആക്ഷേപമുണ്ട്. ഇയാളെ കണ്ടെത്താനും പോലീസിന്റെ ഭാഗത്തു നിന്ന് നടപടിയില്ല. ഇയാൾ ഫോൺ എടുക്കുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത്. പണം നൽകാതെ ലോറിയുമായി പോകാൻ കഴിയില്ലെന്ന് പോലീസ് തീർത്തു പറഞ്ഞതോടെ 10 ദിവസമായി ലോറിക്കുള്ളിൽ കഴിയുകയാണ് സന്തോഷ് കുമാർ. കച്ചവടക്കാരുടെയും നാട്ടുകാരുടെയും കാരുണ്യത്തിലാണ് ഇയാളിപ്പോൾ കഴിയുന്നത്. ന്യൂസ് 18 തോന്നക്കൽ. കൊല്ലം ചടയമംഗലത്ത് പോലീസ് നടപടി ചോദ്യം ചെയ്ത 18-കാരിക്കെതിരെ ചുമത്തിയ ജാമ്യമില്ലാ വകുപ്പ് പ്രതിഷേധത്തെ തുടർന്ന് പോലീസ് ഒഴിവാക്കി. ബാങ്കിന് മുന്നിൽ ക്യൂ നിന്നയാൾക്ക് അന്യായമായ പിഴ ചുമത്തിയത് ചോദ്യം ചെയ്ത ഗൗരി നന്ദയ്ക്കെതിരെയാണ് കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്ന് കാട്ടി ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുത്തത്. സംഭവം ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്തതോടെ വിവാദമായി. ഇതോടെ ജാമ്യമില്ലാ വകുപ്പ് ഒഴിവാക്കി കോവിഡ് പ്രോട്ടോകോൾ ലംഘനത്തിനുള്ള കേസ് മാത്രം നിലനിർത്തുകയായിരുന്നു. കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ചിട്ടില്ല എന്നും അതിനാൽ പോലീസ് ചുമത്തിയ പിഴ അടയ്ക്കില്ല എന്നും ഗൗരി നന്ദ. സാമൂഹ്യാകലം പാലിച്ചത് ATMലെ CCTV ക്യാമറകൾ പരിശോധിച്ചാൽ വ്യക്തമാകും. പോലീസ് ഉദ്യോഗസ്ഥൻ അസഭ്യം പറഞ്ഞതുകൊണ്ടാണ് ശബ്ദമുയർത്തി സംസാരിക്കേണ്ടി വന്നത്. കേസിനെ നിയമപരമായി നേരിടുമെന്ന് ഗൗരി നന്ദ ന്യൂസ് 18നോട് പറഞ്ഞു. ഗൗരി നന്ദയാണ് നമുക്ക് സംശയിക്കുന്നത്. എന്താണ് അവിടെ സംഭവിച്ചത്? ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു വരുമായിരുന്നു. ATMൽ ക്യാഷ് എടുക്കാൻ നിൽക്കുമായിരുന്നു. ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ATMൽ. തൊട്ടപ്പുറത്തായിരുന്നു ഇന്ത്യൻ ബാങ്ക്. അപ്പോൾ ഇന്ത്യൻ ബാങ്കിൽ ഒരുപാട് ജനങ്ങളുണ്ടായിരുന്നു. അവരെല്ലാം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് തന്നെയാണ് നിന്നിരുന്നത്. അപ്പോൾ ഒരു പോലീസുകാർ അവർ 6 പേരുണ്ടായിരുന്നു തോന്നുന്നു. 6 പേര് ഇങ്ങനെ ജീപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് എന്തോ ഒരു മഞ്ഞ പേപ്പറിൽ എഴുതി കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഒരു മാമൻ എന്തോ റേസായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു ഈ പോലീസുകാരുടെ അടുത്ത്. അപ്പോൾ ഞാൻ ചെന്നിട്ട് ആ അങ്കിളിനോടാ ചോദിക്കുന്നത്, ആ പോലീസുകാരുടെ ചോദിക്കുന്നത് എന്താണ് ഇഷ്യൂ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, മോളെ ഞാൻ ഇത്രയും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിന്നിട്ടും എനിക്ക് പെറ്റി തരുന്നു എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് എന്നെ ഒരു പോലീസുകാരൻ വിളിക്കുന്നത്.
വിളിച്ചിട്ട് പറഞ്ഞു എന്താ പേര്, ഇയാളുടെ പേരെന്താണെന്ന് വെച്ചാൽ പറഞ്ഞു ഗൗരി. അഡ്രസ്സ് ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാ ഇതൊക്കെ ചോദിക്കുന്നത്, എന്താ എഴുതുന്നതെന്ന് ചോദിച്ചു. ഇത് പെറ്റിയാണ്. ഞാൻ പറഞ്ഞു എന്തിനാണ് പെറ്റി? ഇയാൾ ഡിസ്റ്റൻസ് ഈ കോവിഡിൻ്റെ ടൈമിൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തില്ലെന്ന്. ഞാൻ പറഞ്ഞ ATM ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും ഇഷ്യൂ വന്ന് സാർ ഇപ്പോൾ ഇവിടെ നിൽക്കുക, എനിക്കത് സാറിനോട് ഒന്ന് പറയണ്ടേ? അതേ ഞാനും ഇവിടെ ചെയ്തോളൂ, എന്താണ് റീസൺ എന്ന് ചോദിച്ചേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ ഉത്തരവാദിത്വം, നമുക്ക് ഞങ്ങളുടേതായ ഉത്തരവാദിത്തങ്ങളുണ്ട്, എന്നെ പഠിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അറിഞ്ഞിടാത്ത കാര്യങ്ങൾ പഠിക്കണം സാറേ എന്ന് പറഞ്ഞു. കോവിഡ് മഹാമാരിയെ ചെറുക്കാൻ വാക്സിൻ എടുക്കണമെന്ന സന്ദേശവുമായി നെറ്റ്വർക്ക് 18 ഫെഡറൽ ബാങ്ക് സഞ്ജീവനി ക്യാമ്പയിൻ തുടരുകയാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ സഞ്ചരിക്കുന്ന സഞ്ജീവനി ഗാഡി ഇതുവരെ 462 ഗ്രാമങ്ങൾ പിന്നിട്ടു. 2,33,150 പേരിലേക്കാണ് സഞ്ജീവനി ഗാഡി വാക്സിനേഷൻ സന്ദേശം എത്തിച്ചത്. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.